ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. എജുബിൾസ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIT പുതുച്ചേരിയിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ITP പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. NCET എക്സാം എഴുതിയിട്ട് ITP പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ NIT പുതുച്ചേരിയിൽ അഡ്മിഷൻ എടുത്തിട്ട് ഒരു കുട്ടിക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് അവിടെ NIT പുതുച്ചേരിയിൽ ITP പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് NIT പുതുച്ചേരിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിൽ തീർച്ചയായും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, NIT പുതുച്ചേരിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BSc B.Ed ആണ്. NIT പുതുച്ചേരിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, NIT പുതുച്ചേരിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BSc B.Ed ആണ്. കംപ്ലീറ്റ്ലി BSc B.Ed ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. BSc B.Edൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. BSc B.Edൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 സബ്ജക്റ്റുകളാണ്. ഒന്നാമത്തെ നമുക്കറിയാം ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്. ഈ 3 സബ്ജക്റ്റുകളാണ് NIT പുതുച്ചേരിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ മൊത്തം എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി അവർ പറയുന്നത് +2 11th ബോർഡ് എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം, അതുപോലെ തന്നെ 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിലേക്ക് വരുമ്പം NCETയിൽ നിങ്ങൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന BSc B.Ed നിങ്ങൾ NIT പുതുച്ചേരിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ NCET എക്സാമിൽ ഏതൊക്കെ എഴുതേണ്ടതാണ് അവർ പറയുന്നത്. നമുക്കറിയാം NCETയിൽ 4 സെക്ഷനായിട്ടാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ സെക്ഷൻ നമുക്കറിയാം ലാംഗ്വേജസ് അല്ലേ, ലാംഗ്വേജസ് എഴുതണം. ഈ ലാംഗ്വേജസിൽ അവർ പറയുന്നത് ഏതെങ്കിലും 2 ലാംഗ്വേജസ് എഴുതാനാണ് പറയുന്നത്. രണ്ടാമത്തെ ഡൊമൈൻസിലേക്ക് വരുമ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് 3 നിർബന്ധമായും എഴുതിയിരിക്കണം. മൂന്നാമത്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതണം. നാലാമത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് 4 നിങ്ങൾ നിർബന്ധമായും എഴുതണം എന്നാണ് അവർ ക്രൈറ്റീരിയ പറയുന്നത്. NIT പുതുച്ചേരിയുടെ ക്രൈറ്റീരിയ പറയുന്നത്. മറ്റു എന്തൊക്കെയാണ് അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് തന്നെയാണ് +2 നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. +2 50% മാർക്കോട് കൂടെ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതിൽ 5% റിലാക്സേഷൻ SCക്കും STക്കും PWDക്കും ഉണ്ട്. അപ്പം 45% ഉണ്ടെങ്കിൽ SCക്കാർക്കും STക്കാർക്കും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റിക്കാർക്കും എന്ത് ചെയ്യാം, അഡ്മിഷൻ അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ നിങ്ങൾ UR OBC ഒക്കെ ആണെങ്കിൽ നിർബന്ധമായി 50% മാർക്ക് ഉണ്ടാവണം. അത് കൂടാതെ തന്നെ +2 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിച്ചിരിക്കണം. +2 പാസ്സാവും വേണം. റിസൾട്ട് അവൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല NCET എക്സാം നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മാത്രം പോരാ, NCET എക്സാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ NIT പുതുച്ചേരി ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു സെലക്റ്റഡ് കോളേജായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യും വേണം. ചില സ്ഥലങ്ങളൊന്നും അങ്ങനെ ഒരു ക്രൈറ്റീരിയ പറയുന്നില്ല. പക്ഷെങ്കിൽ NIT പുതുച്ചേരി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ NCET എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ NIT പുതുച്ചേരിയെ നിർബന്ധമായി നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് കൂടെ അവർ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, മേയർ അപ്പിയറിംഗ് ഇൻ ദ നാഷണൽ കോമൺ എൻട്രൻസ് വിൽ നോട്ട് എൻഷുർ അഡ്മിഷൻ. നിങ്ങൾ നിർബന്ധമായി അവിടെ ചൂസ് ചെയ്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം NIT പുതുച്ചേരിയിൽ നിങ്ങൾ ITP നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് NIT പുതുച്ചേരിയിൽ സീറ്റ് മെട്രിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. NIT പുതുച്ചേരിയിലേക്ക് മൊത്തം 50 സീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അതിൽ 25 സീറ്റ് ആ സ്റ്റേറ്റ് NIT പുതുച്ചേരിയുടെ ഹോം സ്റ്റേറ്റിലുള്ള ആളുകൾക്കാണ്. ബാക്കി 25 സീറ്റ് മാത്രമേ അതർ സ്റ്റേറ്റ് ആളുകൾക്കുള്ളൂ. ഓക്കെ, മൊത്തം 25 സീറ്റിൽ 50 സീറ്റിൽ 25 സീറ്റ് ആ സ്റ്റേറ്റിലുള്ള ആളുകൾക്കാണ്. ബാക്കി 25 അതർ സ്റ്റേറ്റിനുള്ളൂ. ആ 25 തന്നെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. 10 സീറ്റ് ഓപ്പണിനാണ് കൊടുക്കുന്നത്. 10 സീറ്റ് ഓപ്പണിനാണ്. അതിൽ തന്നെ ഓപ്പണിൽ PWD ആൾക്ക് ഒരു സീറ്റ് റിസർവ്ഡ് ആണ്. ജനറലിൽ PWD ആൾക്ക് ഒരു സീറ്റ് ആണ്. ജനറലിൽ EWS ആയ, അതായത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആയ ആളുകൾക്ക് 2 സീറ്റ് ഉണ്ട്. പിന്നെ SCക്ക് 3, SC PWD ഇല്ല. STക്ക് 2 സീറ്റ്, OBCക്ക് 7 സീറ്റ്. ഓക്കെ, ഇങ്ങനെ മൊത്തം 25 സീറ്റ്സ് ആണ് എന്താവുന്നത് അതർ സ്റ്റേറ്റ് കോട്ടയ്ക്ക് വരുന്നത്. ഇനി ഹോം സ്റ്റേറ്റിനാണെങ്കിലും ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. 9 സീറ്റാണ് ഓപ്പണിൽ വരുന്നത്. ഓപ്പൺ PWD ആണ് 2, ജനറൽ EWSന് 3, ജനറൽ EWS PWDക്ക് സീറ്റുകളൊന്നും പ്രത്യേകം റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. SCക്ക് 4 സീറ്റ്, STക്ക് 1 സീറ്റ്, OBC NCLന് 6 സീറ്റ്, അങ്ങനെ മൊത്തം 25 സീറ്റാണ്.
ജനറലിൽ തന്നെ ജനറൽ മൊത്തമായിട്ട് 9 സീറ്റുകൾ ഉള്ളതുപോലെ തന്നെ ജനറലിൽ PWD ആയ ആളുകൾക്കും ജനറൽ EWS ആയ ആളുകൾക്കും എന്തായിട്ടുണ്ട്, സ്പെഷ്യലി അവരുടെ സീറ്റ് മെട്രിക്സ് റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് NIT പുതുച്ചേരിയെക്കുറിച്ച് പറയുമ്പം അവിടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് റിക്വയർഡ് പേപ്പർ ഏതൊക്കെ എന്ന് പറയുമ്പം നിർബന്ധമായും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സിമ്പിളാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. മൊത്തം 50 സീറ്റുകളാണുള്ളത്. 25 സീറ്റ്സ് ഹോമിന്, 25 സീറ്റ് അതർ കാറ്റഗറിക്ക്. ഇതിൽ തന്നെ സീറ്റ് മെട്രിക്സ് ഉണ്ട്. പിന്നെ പറയാനുള്ള കാര്യം, നിങ്ങൾ +2 എന്തായാലും 50% മാർക്ക് വേണം. കൂടാതെ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങൾ കൂടെ അവിടെ നോക്കേണ്ടതുള്ളൂ. മാത്രമല്ല NCET എക്സാമിൽ നിങ്ങൾ എന്താക്കണം, NIT പുതുച്ചേരിയെ ചൂസ് ചെയ്യണം. NIT പുതുച്ചേരി നിങ്ങൾ നിർബന്ധമായിട്ടും ചൂസ് ചെയ്തിരിക്കണം. അതാണ് അവർ പറയുന്നത്. നിങ്ങൾ വെറുതെ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ അഡ്മിഷൻ ലഭിക്കണം. നിർബന്ധമായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ കംപ്ലീറ്റ് പാക്കേജസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജൂബിൾസ് ലേണിംഗിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. നിങ്ങൾ നിർബന്ധമായും NCET എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഒന്നാമത്തെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചുണ്ടാക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ് തന്നെ ആവശ്യമാണ്. അതിനാണ് നമ്മൾ എഡ്യൂബിൾസ് ലേണിംഗിൽ നിങ്ങൾ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ NCET CUET പാക്കേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, കംപ്ലീറ്റ് പാക്കേജുകളായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം NCET നിങ്ങൾ നോക്കുകയാണെങ്കിൽ NCETയിലേക്ക് വരുമ്പം അതിൻ്റെ BSc BEd കംപ്ലീറ്റ് പാക്കേജ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്ന് പറയുന്ന 4 ഡൊമൈൻസിൻ്റെയും സിലബസുകൾ കവർ ചെയ്യുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ എഡ്യൂബിൾസ് ലേണിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് മോഡൽ ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മോഡൽ വേണമെങ്കിൽ ഇവിടെ അവസാനം കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അതിന് വേണ്ട ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും വേണ്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ, അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ, PYQ ടെസ്റ്റുകളൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കോച്ചിങ് ഈ വർഷം കൊണ്ട്, ഇനി 6 മാസം കറക്റ്റാണുള്ളത്. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് CUET NCET ഒക്കെ നിങ്ങൾക്ക് പാസ്സാവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് വീണ്ടും വരാം.